ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ സാധാരണ എപ്പോഴുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനോടെ കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടിങ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പലഹാരം നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് നമ്മൾ അധികം ഒന്നും തയ്യാറാക്കുന്നില്ല, ഒരു ചെറിയ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന അളവുകളെല്ലാം തന്നെ ഇരട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2-3 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. പച്ചരി 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഈ ഒരു പച്ചരി ഒന്ന് കുതിരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിക്കുന്നതിന് പകരം ചെറിയ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പച്ചരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പച്ചരീനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തിൽ നിന്നൊന്ന് വാർന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചോറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കുറേ ചോറൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ ചോറ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ഏലക്ക നല്ല ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം നമ്മൾ പച്ചരിയും ചോറും ഏലക്കായും നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇവിടെ ഇരുന്നോട്ടെ. നമുക്കിതിലേക്ക് വേണ്ടി മധുരത്തിന് ആവശ്യത്തിന് ഒരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അച്ചിൻ്റെ വലുപ്പത്തിലുള്ള ശർക്കര എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും കേട്ടോ. തീ കൂട്ടിയിടരുത്. 1/4 കപ്പ് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അതങ്ങ് വറ്റി പോവരുത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ശർക്കര പൊടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് അലിഞ്ഞ് കിട്ടും. മൊത്തത്തിലൊന്ന് അലിഞ്ഞ് വന്നാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് മൊത്തത്തിലൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. ഈ ഒരു ശർക്കര പാനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുക്കാം. മൊത്തത്തിലൊഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. ശർക്കര പാനി നല്ല തിളച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അരിമാവ് വെന്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ശർക്കര പാനി ഇതുപോലെ ചൂടോടുകൂടി ഒഴിക്കുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കുമ്പം ആ പലഹാരത്തിന് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ആരെടുത്തതുപോലെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയും കൂടി ഒഴിച്ച് ഇതൊന്ന് നീക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇതൊരു ഗോൾഡൻ കളറിലായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നാളികേര കൊത്തൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി കേട്ടോ. തീരെ അങ്ങ് ഡാർക്ക് ആവാൻ നിൽക്കണ്ട. തീ ഉടനെ തന്നെ ഓഫാക്കി നമുക്കിതിനെ ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടിയോ അല്ലെങ്കിൽ ചൂടാറിയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. ആ നെയ്യോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടോടുകൂടിയാണ് ഒഴിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് ചൂടാവാനായിട്ട് വെച്ചിട്ടുള്ളത്. കട്ടിയുള്ള ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, കുഴിയുള്ള ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതിയാവും കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ചൂടായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കിയിരിക്കുന്ന മാവ് നന്നായിട്ട് കലക്കി അതിൽ നിന്ന് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ മാവ് ഒഴിക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നെയ്യ് നല്ല ചൂടിലിരിക്കുമ്പോൾ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പിന്നീട് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് വേണം ഒരു പലഹാരം നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റിന് ഉള്ളിലായിട്ടുണ്ട്. അപ്പം ഈ പലഹാരത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്നും ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഒരു 30 സെക്കൻഡ് ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പം തിരിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു മുകൾ ഭാഗം ഒന്ന് കളർ മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളും ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. ബാക്കിയൊക്കെ ഒരു 1/4 ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് മാവ് ഒഴിക്കാൻ നേരത്ത് നന്നായിട്ട് തീ കൂട്ടി വെക്കാം. നന്നായിട്ട് നെയ്യ് ചൂടായ ശേഷം മാത്രം മാവ് ഒഴിക്കുക. പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ടേ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞി കലത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 4 വലിയ കുഞ്ഞി കലത്തപ്പവും ഒരു ചെറുതുമാണ് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഉള്ളൊക്കെ നല്ല ആരെടുത്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. ചൂട് കുറയുമ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവും, പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ നമ്മുടെ ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു കുഞ്ഞി കലത്തപ്പാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ കലത്തപ്പം ചെയ്യുമ്പം 2-3 ചെറിയുള്ളിയും കൂടി ആ നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്യില്ല, ആ സമയത്ത് ഫ്രൈ ചെയ്ത് ഇതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്, ചെറിയുള്ളിൻ്റെ ടേസ്റ്റ് ഇതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക്